ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ചന്ദ്രിക രാവിലെ തന്നെ എണീറ്റ് ഡ്രസ്സുകളൊക്കെ അലക്കി ആറിയിടുകയാണ്. അപ്പോൾ ആ ടൈമിലാണ് ചന്ദ്രിക മെയിൻ സ്വിച്ച് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ മെയിൻ സ്വിച്ച് നോക്കുമ്പോൾ അതിൽ നിന്നും ഫ്യൂസ് ഊരിയിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വിചാരിക്കുകയാണ്, അയ്യോ ഇതാരാണ് ഫ്യൂസ് ഊരിയിരിക്കുന്നത്, ഫ്യൂസ് ആരോ ഊരിയതാണ് മനഃപൂർവ്വം എന്ന് പറഞ്ഞ് അവൾ അടുത്ത് വന്നിട്ട് വിളിക്കുകയാണ്, അമ്മേ അമ്മേ അമ്മേ. ആ എന്താ മോളെ, അമ്മ ഒന്നിങ്ങോട്ട് വരുമോ? ആ ദാ മോളെ വരുന്നു. അയ്യോ, ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ കൃത്യമായിട്ട് കറണ്ട് ബില്ലൊക്കെ അടച്ചതാണല്ലോ. എന്താ ചന്ദ്രിക വിളിച്ചത്? അമ്മേ ദാ ഇത് കണ്ടോ. അപ്പോഴേക്കും അമ്മയുടെ കൂടെ തന്നെ അച്ഛനും ഓടിയെത്തി. ആരോ നമ്മുടെ വീട്ടിലെ ഫ്യൂസ് ഊരിയെടുത്തിരിക്കുന്നു. അവരുടെ ആ സംസാരം കേട്ടുകൊണ്ടാണ് സിദ്ധുവും അങ്ങോട്ടേക്ക് വരുന്നത്. സിദ്ധു അവിടെ നിന്നിട്ട് തന്നെ ശ്രദ്ധിക്കുകയാണ് എന്താ കാര്യമെന്ന്. മഹേന്ദ്രൻ സാറും പറയാണ്, ആരോ മനഃപൂർവ്വം ഫ്യൂസ് ഊരിയെടുത്തിരിക്കുക, അതുകൊണ്ടാണ് രാത്രി മുഴുവനും കറണ്ടില്ലാതെ പോയത്. അപ്പോൾ ലക്ഷ്മി അമ്മ തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ്, പറയുകയും ചെയ്യാണ്, ആരായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? വേറെ ആര് ചെയ്യാനാ? നമ്മൾ താലോലിച്ച് ഓമനിച്ച് വളർത്തിയില്ലേ നമ്മുടെ അരുമ മകൾ മേഘ, അവളല്ലാതെ ഇത് മറ്റാര് ചെയ്യാനാ? അപ്പോഴാണ് സിദ്ധുവും അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ അങ്കിളെ, എന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നേ? അപ്പോൾ സിദ്ധുവിനോട് മഹേന്ദ്ര സാറ് പറയാണ്, ഇന്നലെ രാത്രി മുതൽ വീട്ടിൽ കറണ്ടില്ലായിരുന്നു. എന്താണെന്ന് നോക്കിയപ്പോൾ ആരോ ഫ്യൂസ് ഊരിയെടുത്തിരിക്കുക. ഇത് ആ മേഘ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അങ്കിളെ, അവളെ വെറുതെ വിടാൻ പാടില്ല. ഞാൻ ഇപ്പോൾ തന്നെ ചെന്ന് അവളോട് എന്തിനാ ഇത് ചെയ്തത് എന്ന് ചോദിച്ചിട്ട് വരാം. വേണ്ട സിദ്ധു, രാവിലെ തന്നെ അവളുമായി വഴക്കിന് പോകണ്ട. അത് വേണ്ട സിദ്ധു, അവളോട് ചോദിച്ചാൽ ഇത് ചെയ്തിട്ടേ ഇല്ല എന്നേ പറയൂ. എനിക്ക് വെറുതെ BP കൂടും. വേണ്ട മോനെ. സിദ്ധു, ഈ കാര്യം നീ വിട്ടേക്ക്. എന്താങ്കിളേ ഷേ. അപ്പോൾ ലക്ഷ്മി പറയാണ്, മേഘയുടെ സ്വഭാവം ഇത്രയും മോശമാണെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. നന്നായിട്ട് തന്നെയാണ് വളർത്തിയത്, എന്നിട്ടും അവളെന്താ ഇങ്ങനെയായതെന്ന് ഭഗവാനെ അറിയൂ. അപ്പോൾ സിദ്ധു പറയാണ്, അങ്കിളേ നിനക്ക് ഒരു ഫീസ് കൂടി കിട്ടുമോയെന്ന് ഞാൻ ഗോഡൗണിൽ പോയി ഒന്ന് നോക്കട്ടെ. ആ മോനെ നോക്ക്, വേഗം നോക്കിയിട്ട് അത് ചെയ്യും മോനെ. രാത്രി മുഴുവൻ കറണ്ടില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. ശരി അങ്കിളെ, നോക്കട്ടെ, ഞാനിപ്പോൾ വരാം. അങ്ങനെ സിദ്ധുവിന് വേറൊരു ഫീസ് കിട്ടിയിട്ട് അതുകൊണ്ട് വന്ന് ഇടുകയാണ്. അങ്കിളെ, ആൻറ്റി അങ്ങോട്ടേക്ക് ഇത് ഇടട്ടെ ഞാൻ എന്ന് പറഞ്ഞ് സിദ്ധു ഫീസ് ഇട്ട് കൊടുക്കുകയാണ്. ആ ചന്ദ്രികയെ, കറണ്ട് വന്നോ നോക്കൂ. ആ ശരി. ആ വന്നിട്ടുണ്ട് സാർ. ആ വന്നല്ലോ അല്ലേ. പിന്നെ സിദ്ധുവിനോട് മഹേന്ദ്ര സാർ പറയാണ്, ഇന്നലെ ഫീസ് ഊരിയെടുത്തു, ഇന്നിനി എന്താ ചെയ്യാൻ പോകുന്ന എന്താ ദൈവത്തിനറിയാം. ഷേ എന്ന് പറഞ്ഞ് മഹേന്ദ്ര സാർ അവിടെ നിന്ന് പോയി. പിന്നാലെ ലക്ഷ്മിയും പോയി. ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നതോർത്ത് സിദ്ധു വിഷമത്തോടെ നിൽക്കുകയാണ്. പിന്നാലെ ചന്ദ്രികയും പോയി. പിന്നെ കാണിക്കുന്നത് ജാനകിയെയാണ്. ജാനകി ആകാശിൻ്റെ വീട്ടിൽ നിന്നും വന്ന് അവർക്ക് പറഞ്ഞ കാര്യങ്ങളാണ് ഓർക്കുന്നത്. അതായത് ആകാശിൻ്റെ അച്ഛൻ പറഞ്ഞത്. ആകാശിൻ്റെ അച്ഛൻ പറഞ്ഞത്, കുറഞ്ഞത് നിങ്ങൾ ഒരു 200 പവൻ്റെ ആഭരണങ്ങളെങ്കിലും അണിയിക്കില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു 50 lakhs റുപ്പീസെങ്കിലും സ്ത്രീധനമായിട്ട് തരില്ലേ? 200 പവനായാലും 250 പവനായാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. 50 ലക്ഷത്തിന് പകരം 1 കോടി കൊടുത്താലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. നിശ്ചയത്തിൻ്റെ അന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ പകുതി സെറ്റിൽ ചെയ്യണം, ബാക്കി കല്യാണത്തിന് ശേഷം തന്നാലും മതി. അപ്പോഴാണ് അവിടെ ആരതി എത്തിയത്. ആരതി വന്ന് വിളിക്കുകയാണ്, അമ്മേ അമ്മേ. ആ അമ്മേ, ഈ ജ്യൂസ് കുടിക്കമ്മേ. അപ്പോൾ ജാനകി പറയാണ്, ഇപ്പോൾ ജ്യൂസിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ എങ്ങാനും കൊണ്ടുപോയി വെക്ക്. ആരതി ജ്യൂസ് കൊണ്ടുപോയി മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് അമ്മയോട് വന്ന് ചോദിക്കുകയാണ്, അമ്മേ എന്താ വല്ലാതിരിക്കുന്നേ? വേറെ എന്താ, എല്ലാം നിന്നെക്കുറിച്ച് ഓർത്തിട്ടാ. എന്താ അമ്മേ, എന്താ തീരുമാനിച്ചിരിക്കുന്നേ? ജാനകി ചോദിക്കുക, നീ എന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നേ? അത് അമ്മേ, ആകാശിൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ വന്നില്ലേ, അതിനെക്കുറിച്ച്. ദേ നോക്കാരതി, ഞാൻ പറയുന്നത് കൊണ്ട് നിനക്ക് വിഷമമൊന്നും തോന്നരുത്. അർഹതയില്ലാത്ത ഒരാഗ്രഹവും മനസ്സിൽ വളർത്തരുത്. ആരതി സങ്കടത്തോടെ ചോദിക്കുകയാണ്, എന്താ അമ്മ ഈ പറയുന്നേ? അതേ ആരതി, നമുക്ക് ഈ ബന്ധം ശരിയായി വരില്ല. നിനക്ക് മറ്റൊരു നല്ല ബന്ധം നോക്കാം. അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതല്ല ആരതി, അവർ ചോദിക്കുന്നത്രയും സ്ത്രീധനം കൊടുക്കാൻ നമുക്കിപ്പോൾ ഒരാസ്തിയും ഇല്ല. അവർ ചോദിക്കുന്നത് 200 പവൻ്റെ ആഭരണവും 50 ലക്ഷം രൂപയുമല്ലേ. ഇത്രയും പണത്തിനും സ്വർണത്തിനും നമ്മൾ എവിടെ പോകും എന്ന് പറ. നിൻ്റെ അമ്മാവൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലായിരുന്നു.
പയ്യൻ്റെ വീട്ടുകാർ എന്ത് ചോദിച്ചിരുന്നാലും എൻ്റെ ഏട്ടൻ അത് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചേട്ടൻ നമ്മളിൽ നിന്നും അകന്നു പോയില്ലേ. അത് മാത്രമല്ല, നിൻ്റെ അമ്മാവൻ്റെ കയ്യിലിപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് അവർ ചോദിക്കുന്നതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല ആരതി. അമ്മേ, ആരതി വിഷമത്തോടെ വിളിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ ബന്ധം വേണ്ടെന്ന് വെക്കാം മോളെ. നീ ഒന്ന് മനസ്സിലാക്ക് എന്ന് പറഞ്ഞ് ജാനകി അവിടെ നിന്നും പോയി. അമ്മേ അമ്മേ എന്ന് വിളിച്ച് വിഷമത്തോടെ ആരതി അവിടെ തന്നെ ഇരുന്ന് കരയാണ്. പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയെയും മഹേന്ദ്ര സാറിനെയും മലറിനെയാണ്. മലറിൻ്റെ മുടിയൊക്കെ ചീകി ഒതുക്കി കെട്ടിക്കൊടുക്കുകയാണ് ലക്ഷ്മി. അപ്പോൾ മലർ വിളിക്കുകയാണ് ചന്ദ്രികയെ. അമ്മേ, എന്താ? അമ്മ എൻ്റെ മുടി ചീകി തരുമ്പോൾ എനിക്ക് വല്ലാതെ വേദനിക്കും. അതേ സ്ഥാനത്ത് മുത്തശ്ശി എനിക്ക് ഇത്തിരി പോലും വേദനയില്ലാതെയാണ് ചെയ്തു തരുന്നത്. അമ്മയ്ക്കറിയോ? അത് പറഞ്ഞപ്പോൾ ചന്ദ്രിക പറയാണ്, എങ്ങനെയാ പറയാതിരിക്കുന്നത്? നിനക്കിപ്പം നിൻ്റെ മുത്തശ്ശിയെ കിട്ടിയല്ലോ, ഇനി നീ അങ്ങനെ തന്നെയല്ലേ പറയൂ. അത് കേട്ട് മുത്തശ്ശിയും മുത്തശ്ശനും ചിരിക്കുക. അത് കേട്ട് മഹേന്ദ്രൻ സാർ പറയാണ്, മലർ അവളുടെ മുത്തശ്ശിയെ നന്നായിട്ട് സോപ്പിടാൻ പഠിച്ചു. മുത്തശ്ശിയാണെങ്കിലോ എൻ്റെ പൊന്ന് ഉമ്മ ചക്കര എന്നൊക്കെ പറഞ്ഞ് താലോലിക്കുകയാണ്. അപ്പോഴാണ് ചായക്ക് കൊടുക്കാനൊന്നും ഇല്ലല്ലോ എന്ന് ചന്ദ്രിക ഓർത്തത്. ചന്ദ്രിക സഞ്ചിയും എടുത്ത് പോവുകയാണ്. അമ്മേ, ഞാനിപ്പോൾ വരുന്നേ അമ്മേ. എവിടെ പോകുന്നു ചന്ദ്രികയെ? ഇവിടെ അടുത്തുള്ള കടവരെ പോയിട്ട് വരാം. പച്ചക്കറി വാങ്ങിക്കാനാണോ? അല്ല അമ്മേ, അമ്മയ്ക്കും അച്ഛനും ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ മഹേന്ദ്ര സാറും അത് കേട്ട് എന്നിട്ട് ചോദിക്കുകയാണ്, ചന്ദ്രികയെ എന്തിനാ ഇപ്പോൾ ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങുന്നത്? വീട്ടിൽ ഒന്നുമില്ലേ? പറയ് ചന്ദ്രികയെ. ചന്ദ്രിക വിഷമത്തോടെ പറയാണ്, അത് പിന്നെ ഉണ്ടച്ചാ. എന്നാൽ പിന്നെ അത് മതിയില്ലേ? അത് കഴിച്ചാൽ പോരെ, എന്തിനാ പിന്നെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്നത്? ചന്ദ്രിക വിഷമത്തോടെ പറയാണ്, വീട്ടിലുള്ളത് പഴഞ്ചോറാണ്. അതൊക്കെ അച്ഛനും അമ്മയും എങ്ങനെയാണ് കഴിക്കുക? അതെന്താ, നീയും മലരും അത് തന്നെയല്ലേ കഴിക്കുന്നത്? അതെ. എന്നാൽ പിന്നെ ഞങ്ങൾക്കും ആ പഴഞ്ചോറ് തന്നെ തന്നാൽ മതി. സന്തോഷത്തോടെ കഴിക്കാം. അതല്ല അച്ഛാ, നിങ്ങൾക്ക് പഴയ ചോറ് കഴിച്ച് ശീലമുണ്ടോ എന്നറിയില്ലല്ലോ. അപ്പോൾ ലക്ഷ്മി വന്നിട്ട് പറയാണ്, അത് നിനക്ക് അറിയാത്തത് കൊണ്ടാണ് ചന്ദ്രികയെ. ഏട്ടന് പഴഞ്ചോറ് എന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. ഇപ്പം അങ്ങനെ കഴിക്കാറില്ല. ഞങ്ങൾ ആദ്യമൊക്കെ പഴഞ്ചോറ് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതേ ചന്ദ്രികയെ, നീ പോയി പഴഞ്ചോറ് എടുത്ത് വെക്ക്. എനിക്കിപ്പോൾ നന്നായി വിശക്കുന്നുണ്ട്. ചന്ദ്രിക വീണ്ടും വിഷമത്തോടെ ചോദിക്കുകയാണ്, സത്യം തന്നെയാണോ പറയുന്നത്? അതേ ചന്ദ്രികയെ, നീ ഭക്ഷണം എടുത്ത് വെക്ക്. ഞാൻ പോയി കൈ കഴുകിയിട്ട് വരാം. എനിക്കൊരു 5 മിനിറ്റ് തരണേ അച്ഛാ. ഞാനൊരു ചമ്മന്തി അരച്ച് വറ്റലും കൊണ്ടാട്ടവും ഒക്കെ പൊരിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം നമുക്ക് അടിപൊളിയാവുമല്ലോ. ലക്ഷ്മി പറയാം. വെറുതെ കളിയാക്കല്ലേ ഈ അമ്മയുടെ ഒരു കാര്യം. ഞാൻ പോയി മുളകും വേപ്പിലയും പറിച്ചിട്ട് വരാം. ശരി ചന്ദ്രിക. ചന്ദ്രിക എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചു. വേണ്ടമ്മേ, ഞാൻ ചെയ്തോളാം. വേണ്ട ചന്ദ്രിക, ഞാനും ചെയ്യാം. അമ്മേ, അമ്മ അവിടെ പോയി ഇരുന്നേ, ഞാൻ ചെയ്യാം. മഹേന്ദ്ര സാർ പറയാണ്, ചന്ദ്രികയെ നീ അരക്കുന്ന ആ ചമ്മന്തിയുടെ മണമുണ്ടല്ലോ, മത്ത് പിടിപ്പിക്കുന്നുണ്ട്. അതേ ഏട്ടാ, എനിക്കിപ്പം തന്നെ വായിൽ വെള്ളം ഊർന്നു. കൊണ്ടുവാ, പെട്ടെന്ന് വാ. എല്ലാം റെഡിയാണ്. വരൂ അച്ഛാ, കഴിക്കാം. എപ്പോൾ ഭക്ഷണം കിട്ടൂ എന്ന് നോക്കി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. വാ മലർ. ഇരിക്കും മലർ. അച്ഛനും അമ്മയും കഴിക്കുന്നത് തന്നെ ചന്ദ്രിക നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, പഴഞ്ചോറിൻ്റെ കൂടെ ചെറിയ ഉള്ളി നല്ലതാ. ഒരെണ്ണം എടുക്കട്ടെ? ചോദിക്കുന്നതിനാ, വേഗം താ. അച്ഛാ. വെച്ചോ വെച്ചോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ എല്ലാവരും കഴിക്കുകയാണ്. ഇടയ്ക്ക് മഹേന്ദ്ര സാർ പറയുകയും ചെയ്തു, എത്ര നാളായി ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട്. ഗംഭീരം ഗംഭീരം. പഴഞ്ചോറും ചമ്മന്തിയും ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോണ്ടല്ലോ, അമൃത് കഴിക്കുന്ന പോലെ, അമൃത്. അത് കേട്ട് ചന്ദ്രിക സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മിയും പറയാണ്, അതേ ഏട്ടാ, ഇങ്ങനെ ഒരു ചമ്മന്തി ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. മഹേന്ദ്ര സാർ പറയാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. അതെ, എൻ്റെ അമ്മ ചമ്മന്തി ഉണ്ടാക്കിയാൽ ഇതേ രുചിയാണ്. എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം അങ്ങനെ തന്നെ ചന്ദ്രിക കേട്ടിട്ടുണ്ട്. തൈരുമുളകും വറ്റലും അടിപൊളി. ലക്ഷ്മിയാണെങ്കിലോ കൊച്ചുമോൾക്ക് ഭക്ഷണം വാരി കൊടുക്കുകയൊക്കെ ചെയ്യാണ്. അതൊക്കെ കണ്ടുകൊണ്ടാണ് സിദ്ധു അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛനങ്ങനെ ഒരുപാട് പുകഴ്ത്തൊന്നും വേണ്ട, സത്യമാണ് മോളെ. 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണം തോറ്റുപോകും. ഇത്രയും രുചിയുള്ളൊരു ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായിന്നറിയാമോ? അപ്പോഴാണ് സിദ്ധു ചോദിക്കുന്നത്, അതെയോ അങ്കിളെ, ചന്ദ്രിക ഉണ്ടാക്കിയ ഭക്ഷണത്തിന് അത്രയ്ക്ക് രുചിയുണ്ടോ? അതേ സിദ്ധു, നീയും വന്നൊന്ന് കഴിച്ചു നോക്ക്, വാ. സിദ്ധു വാ, ലക്ഷ്മി പറയാ. അപ്പോൾ അതിന് ചന്ദ്രിക എന്നെ വിളിച്ചേയില്ലല്ലോ. അയ്യോ, അതിന് സാറ് പഴഞ്ചോറൊക്കെ കഴിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. സാറിന് അതൊന്നും കഴിച്ച് ശീലം ഉണ്ടാവില്ല. അതേ, അങ്കിളും ആൻറ്റിയും കഴിക്കുമ്പോൾ എനിക്കെന്താടോ പ്രശ്നം?
ചന്ദ്രികേ, എനിക്കിപ്പോൾ ഭക്ഷണം തരുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ മലർ പറയാണ്, സിദ്ധു ഇവിടെ ഇരിക്ക്, ഭക്ഷണം അടിപൊളിയാ, സിദ്ധുവും കഴിക്ക്. മോളും പറഞ്ഞു, വേഗം പോയി എടുത്തുകൊണ്ട് വാടോ. വേഗാവട്ടെ, ഇന്നൊരു പിടി പിടിക്കണം. സിദ്ധു നന്നായിട്ടുണ്ട്, ചന്ദ്രികയുടെ നല്ല ചമ്മന്തിയുണ്ട്, കഴിക്ക് സിദ്ധു. സിദ്ധുവും ആസ്വദിച്ച് കഴിച്ചു. അതിനുശേഷം പറയാണ്, അങ്കിള് പറഞ്ഞത് വളരെ കറക്റ്റാ, പഴഞ്ചോറ് ഇത്ര ടേസ്റ്റാണെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. ലക്ഷ്മി പറയാ, സിദ്ധു ചെറിയ ഉള്ളിയും ചേർത്ത് കഴിച്ചു നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. സാറിന് ഉള്ളി വേണമായിരുന്നോ സാറേ? എന്താ ചന്ദ്രിക ഇങ്ങനെ ചോദിക്കുന്നേ? മുറിച്ചുകൊണ്ട് വരേണ്ടതല്ലേ, വേഗം ചെല്ല്. പോയി എടുത്തു വാ ചന്ദ്രികയെ. ഇതാ ഇപ്പോൾ കൊണ്ടുവരാം. ഇതാ സാർ ഉള്ളി. അങ്ങനെ ഉള്ളിയും വാങ്ങിച്ചെല്ലാവരും സന്തോഷത്തോടെ കഴിക്കുകയാണ്. വാവ്, സൂപ്പർ കോമ്പിനേഷൻ, സിദ്ധു പറയാം. ചന്ദ്രികയെ ഒരു രക്ഷയുമില്ല, നന്നായിരുന്നു അല്ലേ മോളെ? സൂപ്പറായിട്ടുണ്ട്. പിന്നെ സിദ്ധു പറയാണ്, അങ്കിളെ ഇങ്ങനെ വയറ് നിറയെ കഴിച്ചിട്ട് ഒരുപാട് നാളായി. എനിക്കാണെങ്കിൽ ഇപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് പതുക്കെ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഞാൻ ഉറങ്ങാൻ പോവാ. ഇത് കേട്ട് മലരും പറയാണ്, എന്നാൽ ഞാനും ഇന്ന് സ്കൂളിൽ ലീവ് എടുക്കാം. ആഹാ, നീയും ലീവാണോ? അത് കേട്ട് എല്ലാവരും ചിരിക്കുക. എന്നെ കാണിക്കുന്നത് ചന്ദ്രിക കടയിൽ പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ്. അപ്പോഴാണ് അപ്പുറത്തെ ഭാഗത്തുനിന്ന് മാലതി മുത്തശ്ശി വിളിക്കുന്നത്, ചന്ദ്രികയെ. മഹാരാജാവും മഹാറാണിയുമായിരുന്ന മഹേന്ദ്രനെയും ലക്ഷ്മിയെയും നിന്റെ വീട്ടിലെ പാത്രം കഴുകാനാക്കിയോ? പാപം, ഇനി അവർ എന്തൊക്കെ കഷ്ടപ്പെടാൻ പോകുന്നു. ചന്ദ്രിക അത് കേട്ട് ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയിട്ട് തിരിച്ച് ഓടിപ്പോവുകയാണ്. ഓടി വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് മഹേന്ദ്രൻ സാറ് പ്ലേറ്റൊക്കെ കഴുകി വെക്കുന്നത്. ചന്ദ്രിക അല്പസമയം നോക്കി നിന്നിട്ട് ഓടി വന്ന് ചോദിക്കുകയാണ്, അമ്മേ, അച്ഛാ, നിങ്ങൾ രണ്ടുപേരും എന്തായി ചെയ്യുന്നേ? കണ്ടാൽ അറിയില്ലേ പാത്രം കഴുകുകയാണെന്ന്? നിങ്ങളോട് ഇതൊക്കെ ചെയ്യാൻ ആരാ പറഞ്ഞേ? അപ്പോൾ ലക്ഷ്മി പറയാണ്, അതിനിപ്പോൾ എന്താ പറ്റിയത് ചന്ദ്രികയെ? ഞങ്ങൾ ഈ ജോലികളൊക്കെ ചെയ്താൽ എന്താ? മഹേന്ദ്ര സാറും പറയാണ്, അത് തന്നെ. അപ്പോൾ ചന്ദ്രിക, അച്ഛനൊന്നും മിണ്ടാതിരിക്കുമോ? നിങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ ശ്വാസം നിന്നുപോയി. ദയവ് ചെയ്ത് ഇനി ഇങ്ങനെയുള്ള ജോലിയൊന്നും ചെയ്യരുത്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ്, നീ എന്തെല്ലാം ജോലികളാണ് ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? നിനക്കൊരു സഹായം ആവട്ടെ എന്ന് കരുതിയാൽ ഞങ്ങൾ ഈ കഴിച്ച പാത്രങ്ങൾ കഴുകിയത്. ഇതിനൊക്കെ നീ എന്തിനാ വിഷമിക്കുന്നേ? മഹേന്ദ്ര സാറും പറയാണ്, ഞങ്ങൾ ജനിച്ചപ്പോൾ കോടീശ്വരന്മാരായിട്ടല്ല ജനിച്ചത്. ഞങ്ങളും ഈ ജീവിതം താഴ്ചയിൽ നിന്ന് തന്നെയാണ് ആരംഭിച്ചത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് മുത്തശ്ശനും ചന്ദ്രികയും സിദ്ധുവും ഒക്കെ ഉണ്ട്. അപ്പോൾ മുത്തശ്ശൻ വിളിക്കുകയാണ്, ചന്ദ്രികയെ, ഈ കമ്പനി നിൻ്റെ മുത്തശ്ശനായ ഞാൻ ആദ്യമായി സമ്പാദിച്ചു വാങ്ങിയതാ. മഹേന്ദ്രൻ്റെ അധ്വാന ഈ കമ്പനി ഈ നിലയിൽ ആക്കിയത്. അതുപോലെ നീയും ഈ കമ്പനി വെച്ച് നിൻ്റെ അച്ഛനെ പോലെ ഒരുപാട് കമ്പനികൾ സ്വന്തമാക്കണം. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും നടക്കും മുത്തശ്ശ. ചന്ദ്രികയെ, നാളെ തന്നെ ഈ കമ്പനി നിൻ്റെ പേരിൽ എഴുതാൻ പോവുക. വേണ്ട മുത്തശ്ശ, അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. മുത്തശ്ശൻ്റെ പേരിലിരിക്കുന്നത് തന്നെ ഈ കമ്പനിക്ക് പെരുമ. കണ്ടില്ലേ മഹേന്ദ്ര, നിൻ്റെ സ്വന്തം മകൾ ഈ കമ്പനി അവളുടെ പേർക്ക് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും വേണ്ട. അവൾ അങ്ങനെ സന്തോഷത്തോടെ പറയാണ്. പക്ഷേ നീ വളർത്തിയ മകൾ നിൻ്റെ പേരിലുള്ള സ്വത്ത് മുഴുവൻ കബളിപ്പിച്ച് അവളുടെ സ്വന്തം പേരിൽ ആക്കിയിരിക്കുക. അത് കേട്ട് മഹേന്ദ്രനും പറയാണ്, അതെ അതെ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.